Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Okay. അമ്പിളി എന്തോ ഓക്കെ. ഹിമാലയം എങ്ങനെയാ രൂപപ്പെട്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞേ എങ്ങനെയാ രൂപപ്പെട്ടത് ഹിമാലയം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ലേ? ഓക്കെ. വേറെ ആരാ ഉള്ളത്? റീഷ്ണ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഞാൻ രണ്ടാഴ്ചയായിട്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ചയായിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ആരാ ഉണ്ടായിരുന്നേ പിന്നെ? ആരുമില്ല. ഹിമാലയം എങ്ങനെയാ രൂപപ്പെട്ടെന്ന് പറയാനായിട്ട്? ഹിമാലയം നൗസിയ. ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു പൊങ്ങിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിര. ഓക്കെ. മടക്ക് പർവ്വതം എന്നറിയപ്പെടുന്ന എന്തുകൊണ്ടായത്? അടിത്തട്ട് മടങ്ങിയിട്ട് രൂപം കൊള്ളുന്നോണ്ട്. അടിത്തട്ട് മടങ്ങി രൂപപ്പെട്ടതിനാലാണ് മടക്ക് പർവ്വതം എന്നറിയപ്പെടുന്നത് അല്ലെ? ഓക്കെ. ഹിമാലയ പർവ്വത നിരകളുടെ സ്ഥാനം എവിടെയാ? ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കിടയിലാണ് അല്ലെ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് അല്ലെ? ഹിമാലയത്തിന്റെ വിസ്തൃതി എത്രയാ? വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ. ഇനി ഹിമാലയത്തിന്റെ ഏകദേശം നീളം 1400 കിലോമീറ്റർ. 2400 കിലോമീറ്റർ. ഓക്കെ. ഇനി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നോറും പർവ്വതങ്ങളുടെ ഉയരവും വീതിയും എന്തായിട്ടാ വരുന്നേ? കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ. ഇനി കാശ്മീർ പ്രദേശത്തിലെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി എത്രയാ? 400 കിലോമീറ്റർ. കാശ്മീരിലാവുമ്പോ 400. ഓക്കെ. അരുണാചലിലോട്ട് കിടക്കുമ്പോ എത്രയാകും? 150. ഓക്കെ. സമുദ്രനിരപ്പിൽ നിന്നും 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഓക്ക്, ചേസ്നട്ട്, മേപ്പിള്. ഓക്കെ. 2000 മീറ്ററിന് മുകളിൽ ഉയരത്തിൽ കാണപ്പെടുന്നത് ദേവദാരു, സ്പ്രൂസ് അല്ലെ? അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് കാണപ്പെടുന്നത്. ഹിമാലയം എന്ന വാക്കിനർത്ഥം എന്താ? മഞ്ഞിന്റെ വാസസ്ഥലം. ഓക്കെ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകള് അവസാദ ശിലകൾ. ഓക്കെ. മാപ്പൊക്കെ നിങ്ങൾ വരച്ചെടുത്തോ? ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ? വരച്ചല്ലേ? ഓക്കെ. അങ്ങനെ തന്നെ വരച്ചോ? ഏകദേശം ഒരു ധാരണ കിട്ടിയോ എവിടെയൊക്കെയാണ് സ്ഥാനമെന്ന്? കിട്ടിയല്ലേ? ഓക്കെ. ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണെന്ത്? ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ്. എല്ലാവർക്കും അറിയാം അല്ലെ? അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതമാണെന്ത്? ഹിമാലയം. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയും ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതവുമാണെന്ത്? ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം. പ്രായം കുറവാണ്, അതുപോലെ തന്നെ വലുതുമാണ്. മടക്കുപർവ്വതം എന്ന് പറയുമ്പോൾ 2 തരത്തിൽ ഹിമാലയത്തെ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്ന് പറയും, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം എന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഏഷ്യയുടെ വാട്ടർ ഷവർ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണെന്ത്? ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഏഷ്യയുടെ വാട്ടർ ഷവർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാ? ഹിമാലയത്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്.
അപ്പോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര അത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയമാണ്. പിന്നെ ഏഷ്യയുടെ വാട്ടർ ഷവർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, 4 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഓക്കെ, 4 പോയിന്റ്സ് ഒന്ന് പറയാൻ പറ്റുന്നവരൊന്ന് പറഞ്ഞേ. ആരാ പറയാ? ലോകത്തിലെ പറഞ്ഞോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം, പ്രായം കുറഞ്ഞ പർവ്വതം, ഏഷ്യയുടെ വാട്ടർ ഷവർ അറിയപ്പെടും. ഓക്കെ, ഇനി ഹിമാലയം അതിർത്തി പങ്കിടുന്ന ചില രാജ്യങ്ങളുണ്ട്. നമുക്കറിയാലേ, ഹിമാലയം ഇങ്ങനെ പരന്നിങ്ങനെ വ്യാപിച്ചു കിടക്കാണ് അല്ലെ, ഒരു കിഴക്ക് ദിശയിലായിട്ട്. അപ്പൊ ചില രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞല്ലേ, വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും ഈ ഹിമാലയം അതിർത്തി പങ്കിടുന്നത്? ഏതൊക്കെയായിരിക്കും? നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. അത്ര ഉള്ളോ? 8 എണ്ണം വരും കേട്ടോ. ഇന്ത്യ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇന്ത്യ തന്നെയാണ്. ഹിമാലയം അതിർത്തി പങ്കിടുന്നത് ഇന്ത്യ. രണ്ടാമത്തേത് പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാൻ. മൂന്നാമത്തേത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, മൂന്നാമത്തേത് അഫ്ഗാനിസ്ഥാൻ. 4 ചൈന. ഓക്കെ, ചൈന. 5 നേപ്പാള്. 6 ഭൂട്ടാൻ. 7 ബംഗ്ലാദേശ്. 8 മ്യാൻമർ. ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് ആര് അതിർത്തി പങ്കിടുന്നത്? ഹിമാലയം അതിർത്തി പങ്കിടുന്നത് കേട്ടോ. അപ്പോ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഓക്കെ, ഒന്നാരെങ്കിലും ഒന്ന് ഓർത്തു പറഞ്ഞേ ഇത്രയും രാജ്യങ്ങളുടെ പേരൊന്ന്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഓക്കെ, വെരി ഗുഡ്. ഇനി മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം ഒരു പേരിലാണ് അറിയപ്പെടുക. ഏതാത്? മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര്? പൂർവാചൽ. അങ്ങനെയാണോ? വേറൊരു പേരിലല്ലേ അറിയുന്നത്? പൂർവാചൽ. അരാക്കനിയോമ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അരാക്കനിയോമ കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരാക്കൻ യോമ എന്നാണ്. അരാക്കൻ യോമ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ഏറ്റവും വലിയ മടക്ക് പർവ്വതം, ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര, ഏഷ്യയുടെ വാട്ടർ ഷവർ എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര. തുടർന്ന് നമ്മൾ രാജ്യങ്ങൾ പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഓക്കെ, ഇനി മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അരാക്കൻ യോമ. ഓക്കെ, ഇനി ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. നേരത്തെ നമ്മൾ രാജ്യങ്ങളിലേക്കാ പോയത് അല്ലെ? അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് സംസ്ഥാനങ്ങളാണ്. എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടാകും? 9. എത്രയാണ്? ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്തേ. ഹിമാലയം അതിർത്തി പങ്കിടുന്ന ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 9 അല്ലേ? അല്ല, 9 അല്ല കേട്ടോ. 9-നേക്കാളും കൂടുതലാ വരിക. 11 കേട്ടോ. 11. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളായിരിക്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക? കേന്ദ്രഭരണ പ്രദേശങ്ങളല്ലേ? എന്താ? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളല്ലേ? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളല്ലേ? ഇല്ല, ഇതിനകത്ത് വരുന്നുണ്ട്, വേറെ 2 വരുന്നുണ്ട് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങൾ വേറെ വരുന്നുണ്ട്. 11 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യം നമുക്കൊന്ന് നോക്കാം അല്ലെ, ഏതൊക്കെയാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് ഹിമാചൽ പ്രദേശാണ്. സംസ്ഥാനങ്ങളുടെ കാര്യമാണല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്
ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ആദ്യം വരുന്നത് ഹിമാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഹിമാചൽ പ്രദേശിൽ. അപ്പൊ ഹിമാലയം, ഹിമാചൽ പ്രദേശ്, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഹിമാചൽ പ്രദേശ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഉത്തരാഖണ്ഡ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സിക്കിം. ഓക്കെ, സിക്കിം. അടുത്തത് പശ്ചിമ ബംഗാൾ. ഓക്കെ, പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് വൺ മേഘാലയ. അതിന്റെ അടുത്തത് ആസാം. ഓക്കെ, പിന്നീട് നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്. ഞാനിതൊരു ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മാപ്പ് വരച്ചിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താമെങ്കിൽ അടയാളപ്പെടുത്താം. പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ഒന്നുകൂടെ പറയോ? ആ, ഏറ്റവും ടോപ്പിൽ ഏതാ? കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ താഴെയായിട്ട് ഫസ്റ്റ് സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയാണ് എന്ത് വരുന്നേ? ഉത്തരാഖണ്ഡ് വരും. ഹിമാചൽ പ്രദേശിന്റെ താഴെ എന്ത് വരും? ഉത്തരാഖണ്ഡ് വരും. ഓക്കെ, അതിനുശേഷം സിക്കിം വരും അല്ലെ? നമ്മൾ ആ നേപ്പാളിന്റെ ഒക്കെ ഭാഗം വരക്കാറില്ലേ? ആ ഒരു സ്ഥലത്തായിട്ടാണ് എന്ത് വരുന്നത്? അതിന്റെ തൊട്ട് താഴെയിട്ട് സിക്കിം വരും. അതായത് ഒരു എന്താ പറയാ, കിഴക്ക് ദിശയിലായിട്ട്. തീരെ കിഴക്കോട്ട് പോകണ്ട. ആ ഒരു എന്താ പറയാ, മാപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു സാധനം കൂടെ കിട്ടില്ലേ? അവിടെയായിട്ട് സിക്കിം വരും. ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് പശ്ചിമ ബംഗാൾ വരും. സിക്കിമിന്റെ കുറച്ച് നീങ്ങി വെസ്റ്റ് ബംഗാൾ വരും. ഓക്കെ, പിന്നെ മേഘാലയ. അതൊക്കെ എവിടെയായിട്ടാണ്? ആ കിഴക്കൻ പ്രദേശത്തായിട്ടാണ് വരുന്നത്. ആ ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ വരുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണെന്ന് നമുക്കറിയാം അല്ലെ? മേഘാലയ. നിങ്ങൾ മാപ്പ് ശരിക്കും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് പിക്ചറിന്റെ സഹായം എന്നോട് എപ്പോഴും ചോദിക്കുന്നത് നിങ്ങള്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മാപ്പ് ശ്രദ്ധിക്കാറുണ്ടോ? ആരെങ്കിലും മാപ്പ് ശ്രദ്ധിക്കാറുണ്ടോ ഇതിനകത്ത്? പക്ഷെ ഉത്തരപർവ്വത മേഖലയില് കടന്നു പോകുന്ന സംസ്ഥാനങ്ങള് അത് 9 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങള് 9 പറഞ്ഞ. അപ്പൊ ഹിമാലയത്തിന്റെ പറഞ്ഞ പെട്ടെന്ന് 9 ഓർത്ത്. ആ, അതല്ല ഞാൻ പറഞ്ഞത്, മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മാപ്പ് നമ്മള് മനസ്സിൽ നമ്മുടെ അതിൽ മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടയാളപ്പെടുത്തി പോകാം. ഇത് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ സംസ്ഥാനങ്ങൾ എവിടേക്കാണ് സ്ഥാനം എന്ന്. 1-2 പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കാറുണ്ടോ? അമ്പിളി നോക്കാറുണ്ടോ? മാപ്പ് നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. കിട്ടാറുണ്ടോ? സംസ്ഥാനങ്ങൾ എവിടേക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ അടയാളപ്പെടുത്തി പോവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഫസ്റ്റ് പറഞ്ഞത് ഹിമാചൽ പ്രദേശ് ആണ്. പിന്നെ ഉത്തരാഖണ്ഡ് പറഞ്ഞു, സിക്കിം, പശ്ചിമ ബംഗാള്, മേഘാലയ, ആസാം, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് ഒക്കെ അറിയാലോ എവിടെയാ വരുന്നത്? ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 11 സംസ്ഥാനങ്ങൾ കേട്ടോ. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, മേഘാലയ, അസം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്. ഇനി 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലെ? ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ജമ്മു കാശ്മീറും ലഡാക്കും. ജമ്മു കാശ്മീറും ലഡാക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കാം. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് ഏറ്റവും കിഴക്കു ഭാഗത്തായിട്ടാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? പശ്ചിമ ബംഗാളാണ്. ഓക്കെ, അതിന്റെ മുകളിൽ നോക്കിയാൽ എന്താണ്? ഹിമാലയം കാണപ്പെടും. വെസ്റ്റ് ബംഗാളിന്റെ ടോപ്പിൽ നമ്മൾ നോക്കിയാൽ ഹിമാലയമാണ്. പക്ഷെ സദേൺ പാർട്ട് നോക്കിക്കഴിഞ്ഞാല് ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ? ബംഗാൾ ഉൾക്കടലാണ്. അതാണ് അവിടെ പറയുന്നത്. ഒരു ഭാഗത്ത് ഹിമാലയം ഉണ്ട്, ഏറ്റവും മുകളിൽ ഹിമാലയം ഉണ്ട്, ഏറ്റവും താഴെ എന്തുണ്ട്?
ബേ ഓഫ് ബംഗാളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള സംസ്ഥാനമാണ്. നമ്മൾ ആദ്യം മാപ്പ് നോക്കുമ്പോൾ നമുക്ക് തോന്നും പശ്ചിമ ബംഗാള് ആ ഒരു എന്താ പറയാ അസമിന്റെ ഒക്കെ അടുത്തായിട്ടാണ്, ബീഹാറിന്റെ ഒക്കെ എന്താണ് ആ ഒരു ഇതിലാണെന്ന് തോന്നും. താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, മുകൾ ഭാഗത്ത് എന്തുണ്ട്, പശ്ചിമ ബംഗാളിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് മുകളിൽ ഹിമാലയം വരുന്നത്, താഴെ ബേ ഓഫ് ബംഗാൾ വരുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആയി. ആയി. ഓക്കെ. ഇനി ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകള് ഏതൊക്കെയാണ്? 3 സമാന്തര പർവ്വത നിരകള്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, സിവാലിക് ഉണ്ട്. ഓക്കെ, ഹിമാദ്രി, അതുപോലെ ഹിമാചൽ, സിവാലിക്. ഓക്കെ, ഇനി ആദ്യം പറയാൻ പോകുന്നത് ഹിമാദ്രിയെ കുറിച്ചിട്ടാണ്. അമ്പിളി ഒന്ന് പറഞ്ഞേ, ഹിമാദ്രിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മോളെ? ഹിമാദ്രി ഹിമാലയത്തിലെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഹിമാലയത്തിലെ ഏറ്റവും മുകളിലത്തെ ഭാഗം. ഓക്കെ, പിന്നെ അത്രേ ഉള്ളോ? ഹിമാദ്രിയെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? ഹിമാദ്രിയുടെ പോയിന്റ്സ്. ഹിമാലയത്തിന്റെ നട്ടെല്ല്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ PSCക്ക് ഇഷ്ടമുള്ള ചോദ്യമാണത് ഹിമാദ്രി എന്ന് പറയുന്നത്. ചോദ്യമല്ല, ആൻസർ ആണത് ഹിമാദ്രി എന്ന് പറയുന്നത്. ധാരാളം ക്വസ്റ്റ്യൻസ് എന്തെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട് ഹിമാദ്രിനെ കുറിച്ചിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കേട്ടോ. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. എന്നാലും മുമ്പ് ഇതിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കുറെ കാലം മുമ്പ് ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് നട്ടല്. നട്ടല് അല്ലെ, ഹിമാലയത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ കാഞ്ചൻജംഗ പർവ്വതം. കാഞ്ചൻജംഗ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് ഇപ്പൊ പറഞ്ഞു. ഏറ്റവും ശരാശരി 6000 മീറ്റർ. എന്താ സുരഭി? ശരാശരി ഉയരം 6000 മീറ്റർ അല്ലേ? ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. പിന്നെ അത്രേ ഉള്ളൂ. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. അതെ, ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഓക്കെ, അപ്പൊ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. ഞാൻ ആ പിക്ചർ നിങ്ങൾക്ക് വരച്ചു തന്നായിരുന്നു. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലെ. ഏറ്റവും ഫസ്റ്റത്തെ പർവ്വതനിര കാണപ്പെടുന്നത് അത് ഹിമാദ്രിയാണ് കേട്ടോ. ഏറ്റവും ഹിമാലയത്തിലെ ആ ഒരു പോർഷൻ, ആ ഒരു ഏരിയയിലെ ഏറ്റവും, അതായത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. പിക്ചർ നോക്കുന്നുണ്ടോ നിങ്ങളിപ്പോ? നോക്കുന്നുണ്ടോ? ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഞാൻ തന്ന പിക്ചർ നോക്കുന്നുണ്ടോ? മാപ്പ് നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഇത് ഹിമാദ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹിമാദ്രിയുടെ ഉയരം എത്രയാ വരുന്നേ? 6000 മീറ്റർ ആണ് വരുന്നത്. അതിന്റെ ഉയരം എത്ര? ഏറ്റവും ടോപ്പിലല്ലേ നിൽക്കുന്നത് ഹിമാദ്രി. അതുകൊണ്ട് തന്നെ 6000 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഇനി ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാന്ന് വെച്ചാൽ അത് ഹിമാദ്രിയാണ്. ഓക്കെ, അപ്പോ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയുടെ ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഇനി ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വത നിര. 3 പോയിന്റ്സ് പറഞ്ഞു കേട്ടോ. ഇനി ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രിയെയാണ്. എന്തിന്റെ നട്ടെല്ലാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രി. ഓക്കെ, പിന്നെ 2 പേരുകളിലാണ് ഇത് അറിയപ്പെടുക. 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഹിമാദ്രി. ഏതൊക്കെയാണ്? നേരത്തെ കമന്റ് ഏതാണ്? ഹിമാലയ
ഇന്നർ ഹിമാലയ. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, അങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാ? അത് ഹിമാദ്രിയാണ് കേട്ടോ. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടും, അതുപോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയ എന്ന് അറിയപ്പെടും. ഈ അടുത്ത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ്? ഈ അടുത്ത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹിമാലയത്തിലെ കൊടുമുടികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കണ്ടിരുന്നോ നിങ്ങൾ ക്വസ്റ്റ്യൻ? LGS ആണേ. LGS ആണോ? CP ആണോ? CP ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീക്കില് ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടതായിരുന്നു. LGSന്റെ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കഴിഞ്ഞൊരു വീക്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ് വരിക അപ്പോ? ഹിമാദ്രി. പക്ഷെ ഹിമാദ്രി എന്നല്ലായിരുന്നു പേര് കേട്ടോ. ഹിമാദ്രി ഉണ്ടായിരുന്നില്ല, ഇന്നർ ഹിമാലയ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ പേരുകൾ നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓർക്കുന്നില്ല. ടെലിഗ്രാമിലാണ് എടുത്തു വന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോ അതിനകത്ത് പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പൊ ലെസർ ഹിമാലയ എന്നുണ്ടായിരുന്നു, ഇന്നർ ഹിമാലയ എന്നുണ്ടായിരുന്നു, അതുപോലെ ഹിമാചൽ, അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യം, അതായത് ഈ രണ്ട് പേരുകൾ നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഒരു പേര് നമുക്ക് അധികം പരിചയമില്ലെങ്കിൽ നമുക്കത് പറ്റില്ല ചെയ്യാനായിട്ട്. കൊടുമുടികൾ നമ്മൾ മുമ്പേ തുടങ്ങി പഠിച്ചു വന്ന ഒന്നാണത്. കൊടുമുടികൾ കാണപ്പെടുന്ന ഭാഗം അത് ഹിമാദ്രിയാണ്, നമ്മുടെ മനസ്സിലുണ്ട്. മറിച്ച് ഇന്നർ ഹിമാലയ എന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയും വരാം കേട്ടോ. ഹിമാലയത്തിലെ കൊടുമുടികൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാ? അത് ഹിമാദ്രിന്ന് തന്നെ ഓപ്ഷനിൽ ചോദിക്കണമെന്നില്ല. മറിച്ച് ഇന്നർ ഹിമാലയ എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ എന്താണ് അത് ചോദിക്കാം. ഓക്കെ, അപ്പോ ഗ്രേറ്റർ ഹിമാലയ ഇനി മറക്കരുത് കേട്ടോ. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഹിമാദ്രിയാണ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് ലോകത്തിലെ ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 9 സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ലോകത്തെ ഉയരം കൂടിയ 10 കൊടുമുടികളില് 9 സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് ഹിമാദ്രിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ കൊടുമുടി എന്നല്ലേ. ഞാൻ നിങ്ങളോട് എന്റെ മീറ്റർ ചോദിക്കാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. സ്ഥിതി ചെയ്യുന്ന രാജ്യവും ഒന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് വൺ, മൗണ്ട് എവറസ്റ്റ്. നേപ്പാൾ. എത്രയാണ് ഉയരം വരുന്നത്? ഞാൻ ചോദിക്കുന്ന 8848. ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി കേട്ടോ. ഷിജിൻ വർഗീസെ, എത്രയാണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം വരുന്നത്? 8848. 88.86 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് കാഞ്ചൻജംഗ, സുരഭി, കാഞ്ചൻജംഗ 8586. 8586. ഏതാണ് രാജ്യം? ഏതാണ് രാജ്യം? ഇന്ത്യ. ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് വൺ, മഗലു. അമ്പിളി, മഗലു എവിടെയാ? എത്രയാണ് വരുന്നത്? എനിക്കറിയില്ല. അറിയില്ല? ആരാ പറയാ? മഗലു എത്രയാ വരിക? മഗലുവിന് എത്ര ഉയരാ വരിക? എവിടെയാ സ്ഥിതി ചെയ്യുന്നത് മഗലു? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലാണ്. ഉയരം അറിയില്ല. ഉയരം അറിയില്ല അല്ലെ? ഉയരം നോട്ട് ചെയ്തോളൂ. 8481 മീറ്റർ കേട്ടോ. 8481 മീറ്റർ. അതാണ് മഗലു. എന്താ? 85 85 അല്ല, 8481 കേട്ടോ. 8481. ഓക്കെ, 8481 ആണ് എന്ത് വരുന്നേ? ഇതിന്റെ ഉയരം വരുന്നത് കേട്ടോ, മഗലുവിന്റെ. അപ്പൊ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്, കാഞ്ചൻജംഗ ഇന്ത്യയിലാണ്, മഗലു നേപ്പാളിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ധൗലഗിരി. ധൗലഗിരി എവിടെയാ? ധൗലഗിരി
നേപ്പാൾ. നേപ്പാളിലാണ്. ഉയരം എത്രയാവും അപ്പോ? അറിഞ്ഞൂടാ. 8172 കേട്ടോ. 8172 മീറ്റർ. മിസ് ഇതിന്റെ ഉയരങ്ങളൊക്കെ പഠിക്കണോ അതിന്റെ ഒക്കെ? പഠിക്കണം. ഇത് SCRT-യിലുള്ളതാ. SCRT ക്ലാസ് സോഷ്യൽ സയൻസ് ഉള്ളതാണ്. ഇത് പഠിക്കണം. ആ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇത് പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിള് ഇത്രയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ 9 പർവ്വതങ്ങളെ കുറിച്ചും അതിനകത്ത് പറയുന്നു. അതുകൊണ്ട് എന്തായാലും പഠിക്കണം കേട്ടോ. അതാണ് തന്നത്. ഇപ്പൊ ഓക്കെ. ധൗലഗിരി നേപ്പാൾ 8172. 8172. ഓക്കെ. നെക്സ്റ്റ് വൺ നംഗപർവ്വതം. നംഗപർവ്വതം എവിടെയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നംഗപർവ്വതം ഇന്ത്യ. എവിടെയാ? ഇന്ത്യ അല്ലെ? നംഗപർവ്വതത്തിന്റെ ഉയരം വരുന്നത് 8126. 8126. 8126. ഓക്കെ. അപ്പൊ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. 8848.86 മീറ്റർ. കാഞ്ചൻജംഗ ഇന്ത്യയിലാണ്. 8586 മീറ്റർ. മഗലു നേപ്പാളിലാണ്. 8481 മീറ്റർ. ധൗലഗിരി നേപ്പാളിലാണ്. 8172 മീറ്റർ. നംഗപർവ്വതം ഇന്ത്യയിലാണ്. 8126 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ എഴുതിയോ എല്ലാവരും? എഴുതി. നെക്സ്റ്റ് വൺ അന്നപൂർണ. അന്നപൂർണ എവിടെയായിരിക്കും? അന്നപൂർണ എന്ന് പറയുന്ന പർവ്വതം നേപ്പാൾ. അത് നേപ്പാളിലാണ് അല്ലെ? അന്നപൂർണ നേപ്പാളിലാണ്. 8078 കേട്ടോ. 8078. എട്ട് 8078 കേട്ടോ. അന്നപൂർണ നേപ്പാൾ 8078. നെക്സ്റ്റ് നന്ദാദേവി. 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 നന്ദാദേവി എവിടെയാ? ഇന്ത്യ. 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 നന്ദാദേവി ഇന്ത്യയിലാണ്. 7817 കേട്ടോ. 7817. 7817. നിങ്ങൾ നോക്കിയ ഞാൻ ഈ ക്രമം തരുന്നതിൽ ഡിസെൻഡിങ് ഓർഡർ ആയിട്ടാണ് അല്ലെ? അതായത് എന്താ പറയാ, താഴേക്കുള്ള ക്രമത്തിലല്ല തരുന്നേ. ഓരോന്നും പഠിച്ചു വെക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ തരുന്നത് കേട്ടാ. ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഞാൻ 5 മിനിറ്റ് സമയം തരും അതിനുള്ളിൽ ഇത് പഠിക്കണം കേട്ടോ. പറയിപ്പിക്കും ഞാൻ. അടുത്തത് കാമേത്ത്. കാമേത്ത് എന്ന് പറയുന്ന പർവ്വതം കേട്ടോ. അത് ഇന്ത്യയിലാണ്. ഓക്കെ. ഇന്ത്യയില്. ഒന്നുകൂടെ പറയാ, കേട്ടില്ല. ഒന്നുകൂടെ പറ. കാമേത്ത്. 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 തായാണ് കേട്ടോ. ഇനി ഇംഗ്ലീഷിലാണ് എഴുതുന്നവരെങ്കിൽ KAMETH. കാമേത്ത്. കാമേത്ത് ഇന്ത്യയിലാണ്. 7756 മീറ്റർ കേട്ടോ. 7756 മീറ്റർ. ലാസ്റ്റ് വൺ ഈസ് നംച പർവ. നംച പർവ കേട്ടിട്ടുണ്ടോ ഈ പേര്? നംച പർവ.
എന്താണ് പ്രത്യേകത? പൂർണ്ണമായി ഇന്ത്യയിലെ സ്ഥിതി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നംച പർവയോ ആണോ? സിന്ധു നദി സിന്ധു നദിയോ? ആരാണ് പറഞ്ഞ? അടി തരും ഞാൻ കേട്ടോ. നേരിട്ടായിരുന്നെങ്കിൽ ഒറ്റ അടി തന്നാനെ. സിന്ധു നദി നംച പർവയോ? എന്താ നംച പർവ? ബ്രഹ്മപുത്ര നദി ചുറ്റി ഒഴുകുന്ന ബ്രഹ്മപുത്ര നദി നംചാ പർവ്വതത്തെ ചുറ്റി അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര നദി നംച പർവയെ ചുറ്റിയാണ് യു ടേൺ തിരിഞ്ഞു വരുന്നത്, അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? നംച അതെ. പർവതയെ ചുറ്റി യു ടേൺ തിരിഞ്ഞിട്ടാണ് അരുണാചലിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നംഗപർവ്വതമാണെങ്കിലോ? സിന്ധു നദി. സിന്ധു നദി സിന്ധു നദി നംഗപർവ്വതത്തിനെ ചുറ്റി ഒഴുകുന്നത് എങ്ങോട്ട് പോകുന്നു? പാകിസ്ഥാനിലേക്ക്. ആ പാകിസ്ഥാനിലേക്ക്, അല്ലെ? ചില്ലാറിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ. അപ്പൊ നംച പർവ ഇന്ത്യയില് കേട്ടോ. ഇന്ത്യയിലാണ് 7756. 7756 മീറ്റർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. വേഗം ഒരു 5 മിനിറ്റ് കേട്ടോ. പഠിക്കാവുന്ന അത്ര ഒന്ന് പഠിച്ച് വേഗം ചെയ്തേ. ഇതിന്റെ ഉയരം, ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം കേട്ടോ. 9 എണ്ണം. നംച പർവയുടെ ഉയരം ഒന്ന് പറയുമോ? നംച പർവ ഉയരം ഒന്നുകൂടി പറയോ? ഉയരം പറഞ്ഞില്ല. 7756. 7756. ഏതാ? കാമയത്തിന്റെ അതേ ഉയരമാണോ? അതിന്റെ തന്നെ ഉയരം. കാമേത്തും അതെ. കാമേത്തും അത് തന്നെയാണ്. കാമേത്തും അത് തന്നെയാണ്. നംച പർവ അത് തന്നെയാണ് കേട്ടോ. രണ്ടിനും ഒരേ ഉയരമാ. ഓക്കെ, കഴിഞ്ഞോ?
സ്വാതി 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 നന്ദാദേവിയുടെ ഉയരം എത്രയാ വരുന്നത്? നന്ദാദേവിയുടെ ഉയരം 7817 7817. ഓക്കെ. ധൗലഗിരിയോ? ധൗലഗിരി എത്രയാ? 8172. 172. ഓക്കെ. നൗസിയ നൗഫൽ കാഞ്ചൻജംഗ എത്രയാ നൗസിയ? കാഞ്ചൻജംഗ 8598. 8598. കേൾക്കില്ല മോളെ, കേൾക്കുന്നില്ല. 8598. 98 ശരിയാണോ പറഞ്ഞത്? അല്ല, അല്ല. 8586. 8586 86 കേട്ടോ കാഞ്ചൻജംഗ. മിസ്സേ അത് ലക്ഷ്യയുടെ ഒരു ഇതിനകത്ത് 8598 അപ്പൊ അതാ പഠിച്ചു വെച്ചേ, അതുകൊണ്ട് അതേ ആണോ അമ്പിളി? അമ്പിളി എവിടെന്നാ കിട്ടിയത്? അമ്പിളിക്ക് ലക്ഷ്യന്നാണോ അല്ലെങ്കിൽ CRT ആണോ? NCERT-ക്ക് വ്യത്യാസമുണ്ട് ചിലത്. NCERT വെച്ചാ ചിലത് വരുന്നത്. വ്യത്യാസമുണ്ട് അല്ലെ? CRT തന്നെ കറക്റ്റ് ഇതാക്കിയാൽ മതി കേട്ടോ നിങ്ങള്. ഈ NCERT-യും ചിലത് വ്യത്യാസമുണ്ട്. അപ്പൊ NCERT-യുടെ വെച്ചാൽ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. അതായത് നമ്മള് ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഇത് കൊടുക്കുമ്പോൾ റെഫറൻസ് അവര് ഇതാക്കുന്നത് PSC CRT പുസ്തകങ്ങളെയാണ്. കേട്ടോ പറഞ്ഞത്? CRT അനുസരിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ ഡൗട്ട് തിരിച്ച് ചോദിക്കണം. ഓക്കെ. SCERT-യുടെയും NCERT-യുടെയും വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഓക്കെ. നമ്മള് CRT തന്നെയാണ് അവര് കൂടുതൽ ചെയ്യുന്നത് കേട്ടോ. CRT ന്നാണ് എന്തെങ്കിലും ഇപ്പോ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ നമ്മൾ കൊടുക്കുമല്ലോ. ഇതായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവര് റെഫറൻസ് നോക്കുന്നത് CRT ആണ് അവര് നോക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആൻസർ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ. കേരള സർക്കാരിന്റെ പാഠപുസ്തകങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ. 8586 കേട്ടോ നൗസിയ. ഓക്കെ മിസ്. CRT മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. CRT വിട്ടുകളയരുത് നിങ്ങള്. ഓക്കെ. റാങ്ക് ഫയലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. CRT-യിലുള്ള ഫാക്ട്സുകൾ ആദ്യം പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ പഠിച്ചാൽ മതി. ഇനിയിപ്പൊ നമുക്ക് അധികം സമയമൊക്കെ ഇല്ലല്ലോ എക്സാമുകൾക്കൊക്കെ. അപ്പൊ എന്ത് ചെയ്യാ, CRT കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ ജോഗ്രഫി ഒക്കെ പ്രത്യേകിച്ചും എന്താണ് ഭയങ്കരമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. ഇപ്പൊ റാങ്ക് ഫയല് കൂടുതൽ പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, പഠിക്കണം. എന്നിരുന്നാലും CRT കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റാങ്ക് ഫയലിലോട്ട് വരിക. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ. ക്ലിയർ ആണ്. CRT-യിൽ നിന്നാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ മാത്സ് ആണെങ്കിലും എന്ത് തന്നെ, ഇപ്പൊ മാത്സ് ഒക്കെ ഏറ്റവും കൂടുതൽ CRT-യിൽ നിന്ന് തന്നെയാ വരുന്നത് അല്ലെ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാൻ പറ്റും. കൂടുതലും CRT-യിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോ അതെന്തായാലും എന്ത് ചെയ്യാ, നോക്കി വെക്കുക. CRT മാത്സും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ അടുത്ത് കണ്ടുവന്ന ഒരു ട്രെൻഡാണ്, തൊഴിൽ വാർത്തയിൽ നിന്ന് എഴുതുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തൊഴിൽ വാർത്തയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും എന്ത് ചെയ്യാ, ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ PSC ബുള്ളറ്റിൻ, അതിലെ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യാ, പഠിക്കാനായിട്ട് നോക്കുക. മറ്റൊന്നും പഠിക്കാൻ സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങളത് ഓരോരുത്തരുടെയും അല്ലെ ഡിപ്പെൻസ്, എന്താണ് ഓരോരുത്തരുടെ ടൈം അനുസരിച്ചിരിക്കും നമ്മള് കുറെ റെഫറൻസ് വായിക്കുന്നത് അല്ലെ. അപ്പോ PSC ബുള്ളറ്റിലെ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യാ, വായിക്കാനായിട്ട് നോക്കുക. അത് അധികമൊന്നും ഇല്ല. ഓരോ എന്താ പറയാ, ഒരു മാസത്തിൽ തന്നെ 2 PSC ബുള്ളറ്റിൻ ആണ് ഉള്ളത്. അതിനകത്ത് 2ലും എന്തുണ്ട്, കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു പേജ് കൊടുത്തിട്ടുണ്ട് അവര്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണാറുണ്ടോ, വായിക്കാറുണ്ടോ PSC ബുള്ളറ്റിൻ? കണ്ടിട്ടുണ്ട് മിസ്. സജിത്ത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പില്. ആണെന്ന് തോന്നുന്നല്ലേ. നമുക്കിപ്പോ അത് കിട്ടുന്നില്ല അല്ലെ, സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യാം, കളക്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് പഠിച്ച് ഒരു നോട്ടില് എഴുതി വെക്കുകയോ എന്താന്ന് വെച്ചാല് അത് ചെയ്ത് പോവുക. അപ്പോ പ്രധാനമായിട്ടും SCRT
അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ എന്താ പറയാ ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള കാര്യങ്ങളിൽ വരുന്ന മോക്ക് ടെസ്റ്റുകളും മറ്റും. ഇതൊക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് പകുതിക്കുള്ള മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കൂടുതലും, അതായത് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസിനെ അവിടെ പരിചയപ്പെടുക ചെയ്യുന്നത് അല്ലെ. പിന്നെ ഒരു ഇന്ന ടൈം ചിലപ്പോൾ ആളുകൾക്ക് പേടി ഉണ്ടാകും, കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവർക്കും മാർക്ക് കുറവാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്ത് നോക്കാം. അതിനകത്ത് വരുന്ന മാത്സ് ആയാലും ഇപ്പൊ എല്ലാവരും ചിലപ്പോ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു മോക്ക് ടെസ്റ്റിൽ തന്നെ. ഇപ്പൊ ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കവർ ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യാ, അതിൽ നിന്ന് നമ്മള് ഇമ്പോർട്ടന്റ് ആയത് മാത്രം സെലക്ട് ചെയ്യുക. ആ മാത്സ് നമ്മൾ സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, മലയാളം സെലക്ട് ചെയ്യുക. കൂടാതെ ഈ പറഞ്ഞ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്ത് എടുത്താൽ തന്നെ നമുക്ക് എന്താവും, നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു ദിവസം ഒരു മാത്സിന്റെ ഇപ്പൊ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക് ഇന്ന് എടുത്തു എന്ന് വിചാരിക്കുക, നാളെ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പൊ നാളെ ചിലപ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, നാളെ ശരാശരിയാണ് എടുക്കേണ്ടതെന്ന് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് കംപ്ലീറ്റ് ആവില്ല. മറിച്ച് ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ ഉണ്ടാവണ്ടേ. അപ്പോ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം, അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളത് റെഫർ ചെയ്യുക ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ശരാശരിയുമായി ബന്ധപ്പെട്ട, അതായത് 5 പേരുടെ ശരാശരി ഇത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ വലിയ സംഖ്യ ഏതെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മള് വേറെ ബുക്ക് നോക്കി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ നോക്കി നമ്മളത് കണ്ടുപിടിക്കും അല്ലെ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് എന്തിന്, മോക്ക് ടെസ്റ്റിന്. ഓക്കെ, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു. അതായത് ഇപ്പൊ കളക്റ്റീവിൽ നമ്മളുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരെണ്ണമല്ല നമ്മൾ പഠിക്കുന്നത്, ഒരെണ്ണത്തിന്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ പല ടൈപ്പിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കുകയാണ്. ഒരെണ്ണം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ സംശയം വരികയാണ്, ഡൗട്ട് വരികയാണ്, ഇത് തന്നെയല്ലേ അത്. അപ്പൊ നമ്മൾ മറ്റേത് നോക്കുമ്പോൾ, നമ്മുടെ ബുക്ക് നോക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ആവറേജ്, അതായത് ബേസ് ലെവലിലുള്ള കാര്യങ്ങൾ തൊഴിൽ വീതിയിലുണ്ട്. മാത്സിന്റെ കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ, മാത്സ് ഇപ്പൊ നമ്മൾക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ, അതായത് മുമ്പത്തെ ഇങ്ങനെ ഒരു ഇത് പറയാൻ കേട്ടോ, പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് പറയാലോ, പറയാം അല്ലെ. അതായത് തൊഴിൽ വീതിയിലെ മാത്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. കാരണം ഒന്നും അറിയാത്തവർക്ക്, അതായത് ഭയങ്കരമായിട്ട് കണക്കിൽ ബുജിയല്ലാത്തവർക്കൊക്കെ അതിനകത്ത് മാത്സ് എടുത്ത് നമുക്ക് ശീലിക്കാം. പിന്നെ ഈ അടുത്ത് കണ്ടുവന്നൊരു ട്രെൻഡ് ആയിരുന്നു തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ മുമ്പൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഈ അടുത്ത് ഇറങ്ങുന്ന തൊഴിൽ വാർത്തയിലെ മോക്ക് ടെസ്റ്റുകള് നമുക്ക് എന്താ പറയാ ചെയ്യാൻ എളുപ്പമാണ്. ഞാനത് ഇപ്പൊ നോക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. തൊഴിൽ വാർത്തയിലെ മോക്ക് ടെസ്റ്റുകൾ, LDCയുടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, കുറച്ചും കൂടി ഈസിയാണ്. മുമ്പ് ഭയങ്കര പാടായിരുന്നു, ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, കുറച്ചും കൂടി ഈസിയാണ്. മറിച്ച് തൊഴിൽ വീതിയില് എന്താ പറയാ ഒരു ബുക്ക് കിട്ടും അല്ലെ, തൊഴിൽ വീതിയുടെ കൂടെ ഒരു ബുക്ക് കിട്ടും. ആ ബുക്കില് ഓരോ ആഴ്ചയും ഓരോ ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവും മാത്സിന്റെ. വിന്നർ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ആ മാത്സിന്റെ ബുക്ക് അതിനകത്ത് ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവും. ആ ടോപ്പിക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഏത് ടോപ്പിക് ആണെങ്കിലും മൻസൂർ സാറിന്റെ ഒക്കെ പല ഇതുണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ഒബ്ജക്ട് ഇത് എന്താ പറയാ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ള രീതിയിലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ നമുക്ക് കാണാനായിട്ട് എന്താണ് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് പറയാ, നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ കാണാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്തരുത്, ഇത് ചെയ്യരുത്, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കൂടുതൽ കളയരുത്. അതായത് ഈ വീഡിയോ ഒക്കെ നമുക്ക് കാണാം അത്യാവശ്യത്തിന്, അത് നമുക്കിപ്പോ ഒരു കൊല്ലമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇപ്പൊ LD ക്ലർക്ക് ആകുമ്പോൾ എന്താണ് ഒരു 5 അല്ലെങ്കിൽ 6 മാസത്തെ ആ ഒരു 6 മാസം തികച്ചില്ല എന്ന് തോന്നുന്നു, 5 മാസത്തെ എന്താണ് ഒരു പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ കൂടുതൽ സമയം യൂട്യൂബ് നോക്കി ഇരിക്കാനായിട്ട് മെനക്കെട്ട് നിൽക്കരുത്. നമുക്ക് നോക്കാം ആവശ്യത്തിന്, നമ്മുടെ ടൈം അനുസരിച്ച് മാത്രം. കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. കഴിവതും SCERT കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക.
ഏതെങ്കിലും 1 2 3 ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ 2 ടോപ്പിക്കെങ്കിലും എന്ത് ചെയ്യുക, അന്നന്ന് കവർ ചെയ്ത് പോവുക. എന്നിട്ട് വീക്ക്ലി ഒരു റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇന്ന് ഞാൻ വിവരാവകാശ നിയമമാണ് പഠിച്ചത്. ഓക്കെ, ആ വിവരാവകാശ നിയമത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, തറവായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, മറ്റൊരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ പോയാൽ മതി. എല്ലാരും കൂടി എന്ത് ചെയ്യണ്ട, മിക്സ് ആയിട്ട് പഠിക്കണ്ട. ഇപ്പൊ വിവരാവകാശ നിയമം ഞാൻ പഠിക്കുകയാണെങ്കിൽ വേറെ ഞാനൊന്ന് എന്താ ഫിസിക്സിലെ ബലം എന്ന ടോപ്പിക് എടുത്തു. പക്ഷെ എന്താണ്, ഇതും കവർ ചെയ്യാൻ പറ്റിയില്ല, അതും കവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചിരുന്നില്ല, ടൈം ഉണ്ടാവില്ല. ഇതേ സമയം തന്നെ നമുക്ക് മാത്സിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാത്സിന് കൂടുതൽ എന്താ പറയാ, കൂടുതൽ സമയം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇംഗ്ലീഷിന് കുറച്ച് സമയം കൊടുക്കേണ്ടി വരും, മലയാളത്തിന് കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. അപ്പോ ഇത് മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും നമ്മൾ കൂടുതൽ, അതുപോലെ കറന്റ് അഫയേഴ്സിനും കൂടുതൽ സമയം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ടോപ്പിക്കുകൾ 1 2 ആയിട്ട് ചുരുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഒരു ദിവസം ഒരു മാത്സിന്റെ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ്, ഇപ്പൊ തൊഴിൽ രീതിയിൽ തന്നെ ഒരു മോക്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ തൊഴിൽ വാർത്തയിലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റിലെ ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇംഗ്ലീഷിലെ ഒരു ചോദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരും. ഇപ്പൊ പാസീവ് നൗൺ അല്ലെങ്കിൽ ആക്റ്റീവ് നൗൺ അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കത് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ നേരെ റാങ്ക് ഫയലിലേക്ക് പോവാണ് അല്ലെ. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫുൾ ആയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ അതൊരെണ്ണം കവർ ചെയ്തു. പിന്നെ മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോ എന്താ പറയാ, സന്ധി എടുക്കുകയാണെങ്കിൽ ആ സന്ധിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളിപ്പോ 4 സന്ധികളുണ്ട് അല്ലെ, ആഗമസന്ധി, ദുഷ്ടസന്ധി, ലോപസന്ധി, ആദേശസന്ധി അല്ലെ, 4 തരം സന്ധികളുണ്ട്. ഈ സന്ധികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മളവിടെ പഠിച്ചു തീരുകയാണ്. അപ്പൊ അതും നമ്മള് കവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, കവർ ചെയ്ത് മുൻപോട്ട് പോവുക. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അപ്പൊ അങ്ങനെ തീർക്കാനായിട്ട് ശ്രമിക്കട്ടെ, എന്നാലേ നമുക്കത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ദയാമീർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ദയാമീർ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏതാണത്? നംഗപർവ്വതം. നമ്മൾ പഠിച്ചല്ലോ. ഏത് പർവ്വതമാണ്? നംഗപർവ്വതം. പർവ്വതങ്ങളുടെ രാജാവ് എന്ന അല്ലെങ്കിൽ ദയാമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏതാണ്? അറിയില്ല. നംഗപർവ്വതമാണ് കേട്ടോ, നംഗപർവ്വതം. ഓക്കെ, നംഗപർവ്വതത്തെയാണ് നമ്മൾ ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എവറസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എവറസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും എവറസ്റ്റിന്റെ ഇതാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ത്? എവറസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ത്? എവറസ്റ്റ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ത്? എവറസ്റ്റ്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതുപോലെ തന്നെ ഹിമാലയത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് നിങ്ങൾക്കറിയാം എന്താണെന്ന്? സാഗർമാത എന്ന പേരിലാണ് നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത്. അപ്പോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയുടെ പ്രത്യേകതകൾ എന്താ ഒന്ന് പറഞ്ഞേ. ഷിജിൻ വർഗീസ് ഉണ്ടോ അവിടെ? ഷിജിൻ വർഗീസ് പോയോ? ആരാ പറയാ? കാഞ്ചൻജംഗ പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി. പിന്നെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. 886 കിലോമീറ്റർ. 886 മീറ്റർ ആണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. തേർഡ് പൊസിഷൻ ആണ് എന്ത്? കാഞ്ചൻജംഗക്കുള്ളത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. അപ്പൊ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ആരാ നിൽക്കുന്നേ? എവറസ്റ്റും മൗണ്ട് കെ2. മൗണ്ട് കെ2. എവറസ്റ്റ് ആദ്യത്തേത്,
രണ്ടാമത്തത് മൗണ്ട് കെറ്റു, മൂന്നാമത്തത് കാഞ്ചൻജംഗ. ഓക്കെ. ഇനി തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതെന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് തർക്കരഹിതം എന്ന്? പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്. അതായത് തർക്കമില്ലാത്ത പ്രദേശത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു കാഞ്ചൻജംഗ എന്ന് പറയുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോ മൗണ്ട് കെറ്റു നോക്കുകയാണെങ്കിൽ എന്താണ്, അത് പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ തന്നെ സ്ഥലമാണെന്ന് അങ്ങനെ നമ്മൾ പറയാനായിട്ട് പറ്റില്ല, അല്ലെ? അവരുടെയും കൂടി അധീനതയിലുള്ളതായതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മൗണ്ട് കെറ്റുവിനെ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത്. അവിടെ ഒരു തർക്കമുണ്ട്. പക്ഷെ ഈ ഒരു എന്താ പറയാ, കാഞ്ചൻജംഗയുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? തർക്കരഹിത അത് തന്നെ തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാല് തർക്കരഹിതം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതെന്തായിരിക്കും ഉത്തരം? കാഞ്ചൻജംഗയാണ് ഉത്തരം വരിക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണത് കാഞ്ചൻജംഗ. മനസ്സിലായോ ക്വസ്റ്റ്യൻ എന്താണെന്ന്? മറ്റു കൊടുമുടികളിൽ നമുക്ക് പോകുമ്പോ എന്താണ്, ഏറ്റവും ടോപ്പിൽ അതിന്റെ തലഭാഗത്തായിട്ട് നമുക്ക് ചവിട്ടാം. പക്ഷെ കാഞ്ചൻജംഗ എന്ന് പറയുന്ന ആ ഒരു കൊടുമുടിയുടെ തലഭാഗത്ത് ശൃംഗത്തിൽ എന്ത് ചെയ്യരുത്, നമ്മൾ ചവിട്ടാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയോടെ മാത്രമേ പർവ്വതം കയറുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരെയാണ് പർവ്വതാരോഹകരെന്ന് വിളിക്കുന്നത്. അവരോട് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു പർവ്വതത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, എൻട്രൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പോ കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണിത് കാഞ്ചൻജംഗ എന്ന് പറയുന്ന കൊടുമുടി. ഓക്കെ. അത് എന്തുകൊണ്ടായിരിക്കും മിസ് അങ്ങനെ പറയുന്നത്? എന്താണ്? അല്ല, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതെന്താണെന്ന് ഇത് അറിയില്ല, കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. കൂടുതലായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. മറ്റു കൊടുമുടികളുടെ കേസിൽ നമ്മൾ അങ്ങനെ നിർബന്ധം പറയുന്നില്ല. ഇതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ പറയുന്നത് കേട്ടോ. കാഞ്ചൻജംഗയ്ക്ക് കൂടുതലും എനിക്കറിയില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. ഓക്കെ. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നന്ദാദേവി. നന്ദാദേവി എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ വേഗം ഒന്ന് ഒരു 10 ക്വസ്റ്റ്യൻ തരാം. എഴുതാൻ റെഡി അല്ലേ? റെഡി. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. സംസ്ഥാനങ്ങളും എഴുതണം, കേന്ദ്രഭരണ പ്രദേശങ്ങളും എഴുതണം കേട്ടോ. കഴിയുമ്പോ ഒന്ന് തമ്പിടുക കേട്ടോ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹിമാദ്രിയുടെ ഉയരം. ഹിമാദ്രിയുടെ ഉയരം. നെക്സ്റ്റ്, നംഗപർവ്വതത്തിന്റെ ഉയരം. നംഗപർവ്വതത്തിന്റെ ഉയരം. അടുത്തത്, നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര്. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദയാമീർ പർവ്വതങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടി. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇത്ര മതി, കുറച്ചല്ലേ എടുത്തുള്ളൂ, ഇത്ര മതി കേട്ടോ. കഴിഞ്ഞോ? പറഞ്ഞേ, ആദ്യത്തെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങള് 11. ആ, അമ്പിളി പറഞ്ഞോ. അമ്പിളി പറഞ്ഞോ. ഹിമാചൽ പ്രദേശ്, ആ, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, മേഘാലയ, ആ, മിസോറാം, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. ആ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങള് 2 ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. ഓക്കെ. അടുത്തത്, അടുത്തതിന്റെ ആൻസർ എന്തായിരുന്നു? ഹിമാദ്രിയുടെ ഉയരം 6000. 6000 മീറ്റർ അല്ലെ? ഓക്കെ. നെക്സ്റ്റ്, നംഗപർവ്വതം 8126 മീറ്റർ. ആ, നംഗപർവ്വതം 8126 മീറ്റർ കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് സാഗർമാത. ആ, സാഗർമാത അല്ലെ? നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത. ഓക്കെ. പിന്നെ നംഗപർവ്വതം. ദയാമീർ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്നത് നംഗപർവ്വതം. പിന്നെ ഹിമാദ്രി. ഹിമാദ്രി. ആ, ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഓക്കെ. പിന്നെ നന്ദാദേവി. നന്ദാദേവി. രണ്ടാമത്തെ കൊടുമുടി നന്ദാദേവി. 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 കഴിഞ്ഞോ? അരുണാചൽ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. കിട്ടി. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സും കൂടി എന്ത് ചെയ്യാം, ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അതോടുകൂടി ഈ ഒരു ടോപ്പിക് നമുക്ക് തീർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ആ പകുതിക്ക് വെച്ചിരിക്കുന്ന അല്ലെ, ഒരെണ്ണം കൂടി അല്ലെ നദി തീർക്കാനുണ്ട് അല്ലെ, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ട് ടഫ്? ഇന്ത്യൻ ജോഗ്രഫി ആണോ, കേരള ജോഗ്രഫി ആണോ, അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി ആണോ കൂടുതലായിട്ട് ടഫ് വരുന്നത്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ആർക്കും ബുദ്ധിമുട്ടില്ല?
ഏതാണ് ഇത് എടുത്തപ്പോ ഈസിയാണ്. ഏതാണ് എടുത്തപ്പോ ഈസിയാന്ന്. എടുത്ത PC ആണ്? ഒന്ന് പറയാട്ടെ, എന്നോടൊന്ന് പറയാ നിങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ടോപ്പിക്കുകൾ കേട്ടോ. കേട്ടോ അമ്പിളി? പറയാം മിസ്. SCRT എടുക്കാൻ പറ്റുമോ? ജോഗ്രഫി അല്ലേ? ഞാൻ ഒരുപാട് വരുന്നുണ്ട് എക്സാമിന് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞാനത് എടുത്തുതരാം. ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ പ്രശ്നമായിട്ട് വരുന്നതല്ലേ? അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പ്രശ്നമായിട്ട് വരുന്നത് വേൾഡ് ജോഗ്രഫിയിലേക്ക്. ഓക്കെ, ഇത് എടുക്കാം കേട്ടോ. നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്, അധികം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. മിസ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞു. അഷ്ടമുടിക്കായലേ ശുദ്ധജല തടാകമാണോ അല്ലയോ? അതെ, അഷ്ടമുടിക്കായല് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? കുറച്ച് കായല് എന്നിട്ട് ഏതാ വേറെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണ്? ശാസ്താംകോട്ട, പൂക്കോട്, വെള്ളായണി, അഷ്ടമുടിക്കായൽ. അതിലേതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം അഷ്ടമുടിയാ വരുന്നത്. ആൻസർ വരുന്ന അഷ്ടമുടിയല്ലേ? അഷ്ടമുടിയാ, പക്ഷെ അത് എങ്ങനെയാ വരുന്നതെന്ന് അറിയത്തില്ല. അറിയില്ല അല്ലെ? ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പറയാം. ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്കും കൺഫ്യൂഷൻ ആയി. പൂക്കോടും വെള്ളായണിയും അതുപോലെ തന്നെ ശാസ്താംകോട്ട, ഇത് ഫേമസ് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവോ അതിന്? നോക്കിട്ട് വരാം. ബാക്കിയെല്ലാം ശുദ്ധജല തടാകമാ? ആണ്. അഷ്ടമുടി അല്ലയോ? ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഓക്കെ, നോക്കിട്ട് വരാം. നെറ്റില് നോക്കുമ്പോ ശുദ്ധജല തടാകമാണെന്നാ കിടക്കുന്നത്. ഗൂഗിളിലൊക്കെ നോക്കുമ്പോ ഗൂഗിളിലൊക്കെ ശുദ്ധജല തടാകമാണെന്നാണ് അഷ്ടമുടി. അതെ. പക്ഷെ ഇതുവരെ എവിടെ അങ്ങനെ കേട്ടിട്ടില്ല മിസ് അഷ്ടമുടി ശുദ്ധജല തടാകത്തിൽ പെടുന്നുണ്ടെന്ന്. അതുകൊണ്ടാ ചോദിച്ചേ. അഷ്ടമുടിക്കായല് നമ്മള് ശുദ്ധജല തടാകത്തിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ശാസ്താംകോട്ട കഴിഞ്ഞാൽ പറയുന്ന കായലാണ് അഷ്ടമുടി. അതെന്താണ് ഇങ്ങനെ ചോദിച്ചതെന്ന് കറക്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിയിട്ട് പറയാൻ പറ്റായിരുന്നു. അത് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? അത് ഏത് എക്സാമിന്റെ ആയിരുന്നു അത്? അത് മറ്റേ ഓഫീസ് അറ്റൻഡന്റ്. അത് ഈ എടുത്തു കഴിഞ്ഞതല്ലേ? അത് തന്നെ. അത് റഫീഖ് സാർ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതാക്കി തന്നായിരുന്നു. അപ്പൊ സാറിന് തന്നെ ഡൗട്ട് തോന്നി അതിന്റെ ആൻസർ അതാണോന്ന്. ആണല്ലേ? സാറ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് എന്താ പറയാ, കാറ്റഗറി നമ്പർ അറിയില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലേ? ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ കേട്ടോ. എവിടെന്നെങ്കിലും കിട്ടും, സോഴ്സ് കിട്ടും, പേടിക്കണ്ട. വേറെ ആളുകൾ സൈലത്തിൽ കിടപ്പുണ്ട്, ചെക്ക് ചെയ്യുന്നേ. എന്താ അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഒന്ന് നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം അതെന്താണ് അങ്ങനെ വന്നേന്ന് കേട്ടാ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ. അടുത്ത ക്ലാസ്സിൽ പറയാം. ആയിക്കോട്ടെ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.